ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി ഐഡിയാസ് അറ്റ് ഹോം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മൾ ഓപ്പൺ ആക്കുവാണെങ്കിൽ ഡെയിലി ഒരു 70% ഫോട്ടോഗ്രാഫി കണ്ടൻറ്റ്, അങ്ങനെയുള്ള ഫോട്ടോ ഐഡിയാസ്, അതുപോലുള്ള പോസ്റ്റുകളാണ് ഡെയിലി നമ്മൾ കാണാറുള്ളത്. നമ്മൾ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റീവായിട്ടുള്ള ഫോട്ടോസ്, അടിപൊളി ഫോട്ടോ എഡിറ്റിങ്സ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചില സമയത്താണെങ്കിൽ നമ്മൾ ഇന്ന് എന്ത് ഫോട്ടോ ഇടും, ഇന്ന് എന്ത് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള കണ്ടൻറ്റുകൾ നമുക്ക് ഉപയോഗപ്പെടുന്നത്, അതായത് ഫോട്ടോഗ്രാഫി ഐഡിയാസ് അറ്റ് ഹോം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി എങ്ങനെ പോസ്റ്റ് ഇടണമെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് റോസാപ്പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ ഇന്നെന്താണ് അത് വെച്ചൊരു യൂട്യൂബിലൊരു വീഡിയോയും ചെയ്യാം, പിന്നെ എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡും ചെയ്യാം. ഗൈസ്, അപ്പം നമുക്ക് പോയി നമ്മുടെ റോസാപ്പൂവിൻ്റെയൊക്കെ ഫോട്ടോസ് ഒന്ന് എടുത്തിട്ട് വരാം. ഗൈസ്, അപ്പം നമ്മുടെ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് എഡിറ്റിംഗ് പരിപാടികളുണ്ട്, അപ്പോൾ അത് നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത ഫോട്ടോസ്. അപ്പോൾ ഈ ഫോട്ടോസ് ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ ലൈറ്റ്റൂം. അപ്പോൾ നിങ്ങൾ ലൈറ്റ്റൂം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ, നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്ത്. ഗൈസ്, അപ്പം നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസാണ്, ലൈറ്റ്റൂമിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസാണ് ഈ കാണുന്നത്, കണ്ടോ? അപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യമേ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രീസെറ്റ്സൊക്കെ, ഈ പ്രീസെറ്റുകളിൽ ഏതെങ്കിലും കൊള്ളാമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വേറെ എഡിറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ സ്കൈ കളർ എഫക്ട്സ് ഇതിൽ വല്ലതും ഉണ്ടെങ്കിൽ ഇത് കൊള്ളാം. ഗൈസ്, ഇപ്പം നമ്മുടെ ഈ പ്രീസെറ്റ് ഇത് കുറച്ച് മാച്ച് ആവുന്നുണ്ട് ഇതിന്, അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ബാക്കി എഡിറ്റ് ചെയ്ത് കാണിക്കാം. അപ്പം ഞാനത് ടിക്ക് കൊടുത്ത് എന്നിട്ട് തന്നെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഡാർക്ക് ആ ഒരു എഫക്റ്റൊക്കെ കൊണ്ടുവരാൻ ഇതിനകത്ത് പറ്റും. പിന്നെ ലൈറ്റ് ഇത് ഇത്രയും കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമ്മുടെ വൈറ്റ്സ് കൊടുത്തേക്കുന്നത് ഈ ഒരു റേഷ്യോയിലാണ്, അത് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക്സ് അത് ഞാനൊന്ന് ഒരു പൊടിക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോൺട്രാസ്റ്റ് കറക്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കളർ എടുത്തതിന് ശേഷം ഇതിനകത്ത് മിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനകത്ത് ആ ഗ്രീൻ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിൽ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ നോക്കുന്നത്. ഇത് നമുക്കിങ്ങനെ പിടിച്ച് നീക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനിവിടെ എനിക്ക് ഈ ഒരു ഗ്രീൻ മതി. ഇനി അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പം ഞാനിത് ഇത്രയും വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലൈറ്റിംഗ് ആണിത്, ഇത് ഞാൻ ഇത്രയും വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ യെല്ലോ ടോൺ എടുത്തിട്ട് ഇതിനകത്ത് ഞാനൊരു ഇത്രയും മുൻപേക്ക് ഇത് ഓവറാവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറയ്ക്കാൻ പോവാണ്. ഇത്രയും കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ അങ്ങ് കുറയ്ക്കാൻ പോവാണ്. ഇത്രയും കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മങ്ങിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ മങ്ങി പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഡൺ കൊടുക്കുന്നു. ഇനി നമ്മുടെ കർവാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കർവ് എടുത്തതിന് ശേഷം ഇതിനകത്ത് പ്രീസെറ്റിൽ കർവിനകത്ത് ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം. ഇതിനകത്ത് ലൈറ്റിങ്, ഇതിൻ്റെ തന്നെ ലൈറ്റിങ് കുറച്ച് നമുക്കൊന്ന് ഡാർക്കാക്കി കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ടൊക്കെ. അതിന് ശേഷം ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടതിന് ശേഷം ഈ പൂവിലേക്കുള്ള ലൈറ്റിൻ്റെ ആ ഒരു ഇത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇത്രയും കൂട്ടി വെച്ചേക്കുവാണ്. ഡൺ കൊടുത്തിട്ടുണ്ട്. അടുത്തത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ. ലൈറ്റ് റൂമിൽ തന്നെ നമുക്കിത് അറിയാൻ പറ്റും, ബിഫോർ ആഫ്റ്റർ.
ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എഡിറ്റിങ്ങിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫോട്ടോയുടെ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ കണ്ടൻസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലാണ്.